ഹായ് നമസ്കാരം. ഇന്ന് മുസ്ലിം ലീഗ് എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ദിനമാണ്. അതിജീവനത്തിന്റെ ഒരു പുതുചരിത്രം രചിക്കപ്പെട്ട ദിനമാണ്. മുണ്ടക്കൈ ചൂരൽമല ഡിസാസ്റ്റർ വിക്ടിമിന്റെ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത പദ്ധതിയുടെ ആദ്യഘട്ടം എന്നോണം 50-ലധികം വീടുകളുടെ താമസം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. തികച്ചും സെക്യുലറായ കാഴ്ചയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. വീട് ലഭിച്ച ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ആ വീടുകളിലേക്ക് കാലെടുത്തവർ വെച്ചത്. നമുക്ക് ആ വീടുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു ഫുള്ളി ഫേർണിഷ്ഡ് ആയ എല്ലാ എസെൻഷ്യൽ സാധനങ്ങളും ഉൾപ്പെടുത്തി ഒരു വീടാണ് മുസ്ലിം ലീഗ് അവർക്കായി ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം അവർ കൊടുത്തിരിക്കുന്ന ഒരു അഷുറൻസ്, ബാക്കി ശേഷിക്കുന്ന വീടുകൾ കൂടി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ഏറെ പ്രശംസനീയം തന്നെയാണ്. ഈശ്വരനെ ചേർത്ത് പിടിക്കുന്ന ഏതൊരു സൽക്കർമ്മത്തെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ശൈലിയാക്കി മാറ്റണം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഈ പ്രൊജക്റ്റ് പൂർണ്ണ വിജയത്തിലെത്തിയതിൽ നമുക്കെല്ലാം സന്തോഷിക്കാൻ, ഒരു മലയാളി എന്ന രൂപത്തിൽ സന്തോഷിക്കാം. പൊളിറ്റിക്കൽ ഡിഫറൻസ് മാറ്റി നിർത്തി തകർന്നുപോയ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ കാണിച്ച ഈ ഹ്യൂമാനിറ്റേറിയൻ ജസ്റ്റേഴ്സിന് ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞുള്ള അഭിവാദ്യങ്ങൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അവർ അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ട് കൂടിയും ഒരുപക്ഷെ ഒരു ഇലക്ഷൻ 10 ദിവസം മുമ്പും ഇവർക്ക് ഈ വീട് കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു വോട്ട് ബാങ്കിങ് കൂടെ ആയാലേ. നമ്മൾ മനസ്സിലാക്കണം, അവർ ഈ ചേർത്ത് പിടിക്കലിന്റെ പിന്നിൽ ഒരു വോട്ട് ബാങ്കിങ് എയിം ചെയ്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ഇവിടെ നിലനിൽക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം കേട്ടോ, കോൺഗ്രസിനോടാണ്. അല്ല കോൺഗ്രസേ, വീട് എവിടെ? നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ വീട് എവിടെ? നന്ദി, നമസ്കാരം.